ഫ്രണ്ട്സ്, ഇനി ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണേന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് ജോർജറ്റ് ആണ്. അത് 2.5 മീറ്ററാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് ലൈനിങ് ആയിട്ട് ഈ കുർത്തിക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്രീപ്പ് ലൈനിങ് ആണ്. അത് ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ്. അപ്പോൾ പല റേറ്റിലും നമുക്ക് ക്രീപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി ക്വാളിറ്റി ഉള്ള ലൈനിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂടുകാലത്തൊക്കെ ഇടാൻ നല്ലതായിരിക്കും. അത് ഞാനിവിടെ 2.25 മീറ്ററാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ലീവിൽ ഞാൻ ലൈനിങ് വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 2.25 മീറ്റർ എടുത്തത്. ഇനി ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ബോഡി പാർട്ട് സെപ്പറേറ്റും താഴെ സ്കേർട്ട് പാർട്ട് വേറെയും, അങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു കുർത്തിക്ക് വരുന്നത്. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് 43ഉം യോക്കിൻ്റെ മാത്രം ലെങ്ത്ത് 14 ഇഞ്ചും ആണ്. ഇനി ബാക്കി താഴേക്കുള്ള സ്കേർട്ട് പോർഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് രണ്ടിൽ നിന്നും മൈനസ് ചെയ്യുക. അതായത് 43 ഇഞ്ചിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് അത് എത്രയാണ് നമ്മൾ എടുക്കണത് അത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 29 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. പ്ലസ് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്, അത് ഇവിടെ അറ്റാച്ച് ചെയ്യാനാണ്. അവിടെ നമുക്ക് 1/2 ഇഞ്ച് കൊടുക്കാം. പിന്നെ താഴേക്ക് നമുക്ക് ഒന്നെങ്കിൽ മടക്കി തയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പീക്കോട്ട് സ്റ്റിച്ച്, ഇതുപോലെ സിക്സാഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഷോളിൻ്റെ അരികൊക്കെ നമ്മൾ അടിക്കുമല്ലോ, പീക്കോട്ട് സ്റ്റിച്ച് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ഫൂട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് മടക്കിയാണ് തയ്ക്കണമെങ്കിൽ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 30.5 ഇഞ്ച് കിട്ടും. അതാണ് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. യോക്ക് പാർട്ട് 14 ഇഞ്ച് തന്നെ എടുക്കാം. അപ്പോൾ ടോട്ടൽ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 43 ഇഞ്ചിലേക്ക് എത്തും. ഓക്കെ, കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ എടുക്കേണ്ടത് 1/2 ഇഞ്ച് താഴെ സ്കേർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് 14.5 പ്ലസ് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണമല്ലോ, അപ്പോൾ അതൊരു 1/2 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 15 ഇഞ്ചിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. 14 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് ഷോൾഡർ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനും താഴെ ഈ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് ഈ ഒരു 1/2 ഇഞ്ച് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ടാണ്. അത് എനിക്കിവിടെ കിട്ടുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 32 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നത്. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇതുപോലെ ആം ഹോളിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് നോക്കുക. എനിക്കിവിടെ 18 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ഇഞ്ചാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇതുപോലെ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിക്കാതെ എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ താഴേക്ക് ഈ വരുന്ന പാറ്റേൺ ആണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണതെന്ന് ഞാനൊരു റഫായിട്ടൊരു ക്ലോത്തിൽ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബോക്സ് ഫ്ലീറ്റഡ് ടൈപ്പിൽ ഉള്ളിലേക്ക് കൊടുത്തിട്ടാണ് അത് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ, ഇപ്പോൾ ഇത് സ്കേർട്ടാണെന്ന് കരുതുക, ഇതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആ ഫ്ലീറ്റ്സ് ഇടാൻ ഞാനിവിടെ 1.5 ഇഞ്ച് കൊടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ ഇതുപോലെ 1.5 ഇഞ്ച് കൊടുക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ കൊടുക്കുക. കണ്ടോ, ആ ഒരു മിഡിൽ പോർഷനിലേക്ക് ഈ ഒരു ഫ്ലീറ്റ്സ് കൊണ്ടുവരിക. അതുപോലെ തിരിച്ചു ഉള്ളിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ അവിടുത്തെ വീതി നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാം. അപ്പോൾ നമ്മളവിടെ തുണി കട്ട് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ ഇടുക. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫ്ലീറ്റ്സ് ഇടുന്നത് കൊണ്ട് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്ലീറ്റ്സ് തുണി കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഫ്ലീറ്റ്സ് ഇടാൻ തുണി തികയില്ല. അപ്പോൾ ആദ്യം നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്ലീറ്റ്സ് മടക്കി കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ചിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മളത് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യണത്. അതിന് ശേഷം നമുക്ക് ഇവിടെ ആ ഒരു മിഡിൽ പോർഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്. ഇതുപോലെ കിട്ടും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബീഡ്സ് ആണ്. ഇത് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തതല്ല,
ഇത് നമുക്ക് ലേസായിട്ട് കടയിൽ നിന്ന് നമുക്കിതുപോലെ ബീഡ്സ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ബീഡ്സ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ ഉചിതം അനുസരിച്ച് നമുക്ക് അത് ഭംഗിയാക്കാം. ഇതുപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലേസ് സ്ലീവിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ലീവിൽ ഞാൻ ലൈനിങ്ങോ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തീൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ആയിരിക്കും. ബൈ.